എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയിൽ നമ്മൾ സവോളയും തക്കാളിയൊന്നും വഴറ്റിയെടുക്കുന്നില്ല. സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാനല്ലേ കൂടുതൽ സമയം എടുക്കാം. ഇതൊരു വൺ പോട്ട് റെസിപ്പിയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ പുറത്തൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്, അതുപോലെ ബാച്ചിലേഴ്സിന്, അല്ലെങ്കിൽ മടിയുള്ള സമയത്ത് നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാളയിലേക്കും തക്കാളിയിലേക്കും ആവശ്യത്തിനുള്ളത് മാത്രം മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് നമുക്ക് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ച് നമുക്ക് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന തക്കാളി അത്ര പഴുത്തതല്ല. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ഉപയോഗിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ തക്കാളി സോളിയൊന്നും വഴറ്റിയെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി പിന്നെ ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഗരം മസാല ഇതിലേക്ക് ഇടണ്ട. ചിക്കൻ കറി റെഡി ആവാറാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് വരുമ്പോൾ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കണം. ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ സെയിം പാൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ഉരുകി വരട്ടെ. ഇനി ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ. വെളുത്തുള്ളി ഒരു 7-8 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയാണെങ്കിൽ, ചെറുതാണെങ്കിൽ കൂടുതൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചെടുത്തത്. പച്ചമുളക് ഞാനൊരു 3 എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച്. ഇതൊന്നും വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അത്ര തന്നെ മതി. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഉണ്ടാവും. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും കറിവേപ്പിലേക്ക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് വഴറ്റിയെടുക്കണമൊന്നുമില്ല. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം സമയം മാത്രമാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരും. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 6-7 മിനിറ്റ്. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. ഞാൻ അടച്ചു വയ്ക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് മതി ഇട്ടത് വെന്ത് വരാം. ഞാൻ ഇപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ ഗ്രേവിയൊക്കെ വേണമെങ്കിൽ. അതുപോലെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ ചിക്കൻ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ഉണ്ട്. നല്ല ഗ്രേവി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈസി ചിക്കൻ കറി ഇല്ല, ഞാനിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. വറുത്തൊന്നും ഇടുന്നില്ല, വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചിക്കൻ കറി റെഡി ആക്കുന്ന സമയത്താണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂണാണ് ഗരം മസാല ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അവസാനം കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ടേസ്റ്റ് തന്നെയാണ്. സവാളയും തക്കാളിയൊന്നും വായിച്ചിൽ എടുത്തില്ല എന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.